നമുക്ക് കരങ്ങൾ കൂപ്പി പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സ്നേഹസ്വരൂപനായ പിതാവായ ദൈവമേ, ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് വയ്ക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങൾ നിറയണമേ. യേശുനാഥ, ഞങ്ങൾ നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ നിറയണമേ. അങ്ങയുടെ കൃപയും ശക്തിയും അഭിഷേകവും ഞങ്ങൾ നിറയ്ക്കണമേ. ലൂക്ക 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. കർത്താവെ, ഞങ്ങളുടെ മനസ്സ് തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അമ്മേ മാതാവേ, ഈ സമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപയാൽ വിജയം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. നമ്മുടെ കർത്താവായ യേശുമിശിഹാ തന്ന ഒരു കുഞ്ഞു വിഷയമാണ്. എങ്ങനെയാണ് നാം ജീവിതത്തിൽ വിജയം നേടുന്നത്? കൃപയാലാണ് നാം ജീവിതത്തിൽ വിജയം നേടുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ വിലയം പ്രാപിക്കുക, ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യത തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗമാണ്. ദൈവത്തെ എൻകൗണ്ടർ ചെയ്യുന്നതാണ്, ദൈവത്തെ അനുഭവിക്കുന്നതാണ്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ വിജയവും. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതത്തിലും നമുക്ക് വിജയം വേണമല്ലോ. പഠനത്തിൽ വിജയം വേണം, തൊഴിൽ മേഖലയിൽ വിജയം വേണം, നാം ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം നമുക്ക് വിജയം വേണം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം നേടാൻ സാധിക്കുന്നത്, നിത്യത വരെ എത്താൻ സാധിക്കുന്നത്, ഈ ഭൂമിയിലെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹീതമാക്കാൻ സാധിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃപ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഞാനല്ല അധ്വാനിച്ചത്, എന്നിൽ വസിക്കുന്ന കൃപയാണ് അധ്വാനിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ വിജയം നേടാനായിട്ട് സാധിക്കുന്നു. വിക്കനായ മോശ ഏറ്റവും വലിയ ഒരു പ്രവാചകനായി മാറുകയാണ്. ഇടയച്ചെറുക്കനായ ദാവീദ് മഹാനായ ഒരു ഭരണാധികാരിയായി മാറുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന മത്തായി സുവിശേഷം എഴുതുന്ന മത്തായിയായിട്ട് മാറുന്നു. ഒരു മീൻപിടുത്തക്കാരനായിരുന്ന വ്യക്തി മാർപ്പാപ്പയായി മാറുന്നു, സഭയുടെ ഹെഡായിട്ട് മാറുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ പ്രവർത്തനങ്ങളല്ല, ദൈവത്തിൻ്റെ കരുണയാണ്, കൃപയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാനൊക്കെ ദൈവത്തിൻ്റെ സഹായം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം കരങ്ങൾ തുറക്കുമ്പോഴാണ് നമുക്ക് വലിയ ശക്തി ലഭിക്കുന്നത്. ഇസ്രായേൽ ജനം എങ്ങനെയാണ് മരുഭൂമിയിലൂടെ മുന്നോട്ട് നീങ്ങിയത്? ദൈവം നയിക്കുകയാണ്. നാം നിൽക്കുകയല്ല, ദൈവം നമ്മെ നിർത്തുകയാണ്. നാം നടക്കുകയല്ല, ദൈവം നമ്മെ നടത്തുകയാണ്. നാം കാര്യങ്ങൾ ചെയ്യുകയല്ല, ദൈവം നമ്മെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈയും കാലുമില്ലാത്ത നിക്ക് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷകനാകുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിത്വ വികാസ പരിശീലകനൊക്കെയായി മാറുകയാണ്. ഹൈഡ്രോസെഫാലസോടുകൂടെ ജനിച്ച കോട്ടയത്തെ കൊച്ചു കുഞ്ഞ് ജോർജ് ദൈവത്തിൻ്റെ ഒരു കരുണ പ്രവർത്തിക്കുമ്പം ആ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ച് 6 മാസത്തിനുള്ളിൽ മരിക്കുമെന്നൊക്കെ പറഞ്ഞ ഡോക്ടർമാരുടെ പ്രവചനത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു ന്യൂറോ സർജനായിട്ട് മാറുകയാണ്. ഡോക്ടർ ജോർജ് കോവൂറായിട്ട് മാറുകയാണ്. 11-12 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ശരീരം ഇങ്ങനെ ചുരുങ്ങി വന്ന് ഉടൻ തന്നെ മരിച്ചു പോകുമെന്ന് എല്ലാവരും പ്രവചിച്ചതാണ്. ആ കുട്ടിയാണ് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ലിയണൽ മെസ്സി ആയിട്ട് മാറുന്നത്. ഇപ്പോഴും ഗോൾ അടിച്ചു കഴിയുമ്പോൾ ലിയണൽ മെസ്സി ആകാശത്തോട്ട് നോക്കി ഒരു കുരിശു വരയ്ക്കും. കർത്താവിൻ്റെ കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം, നമ്മുടെ അധ്വാനമല്ല. എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും മിടുമിടുക്കരായിട്ടുള്ള ആളുകളല്ല
ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിവൃദ്ധി പ്രാപിക്കുന്നതായിട്ട് കാണുന്നത് ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളല്ല, ക്ലാസ്സിലെ 1ാം റാങ്കുകാരൊന്നും അല്ല പിന്നീട് അടുത്ത ലെവലിൽ ക്ലിക്കാവുന്നത്. മാത്രമല്ല, ക്ലിക്കാവുന്ന ധാരാളം ആളുകളുടെ ജീവിതത്തിലോ ആനന്ദമില്ല, സന്തോഷമില്ല, പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല. നമ്മൾ ബൈബിളിൽ നമ്മളിങ്ങനെ കാണുകയാണ്, നിങ്ങൾ അധ്വാനിച്ചിട്ട് എന്തായി? നിങ്ങൾക്കതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. ദേവാലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ എന്താണ് മച്ചിട്ട ഭവനങ്ങളിൽ താമസിക്കുന്നത്? നിങ്ങൾ എന്താണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്? ഒരാൾ ഒരു വലിയ ക്വാണ്ടിറ്റി കൊയ്തുകൊണ്ട് വന്നു, പക്ഷേ മെതിച്ചെടുത്തപ്പോഴോ അതിൻ്റെ പകുതി പോലുമില്ല. നമ്മുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കർത്താവിൻ്റെ കരം പിടിച്ച് അധ്വാനിച്ചാലോ, ദൈവത്തിൻ്റെ കരങ്ങൾ മുറുകെ പിടിച്ചാലോ, നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങൾ പോലും ദൈവം അത്ഭുതകരമായ സംഭവങ്ങളാക്കി മാറ്റും. എങ്ങനെയാണ് 5000 പേര് ഭക്ഷിച്ചത്? മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടാണോ? 5 അപ്പവും 2 മീനുമെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ കരുണ കടന്നു വരുമ്പോഴോ അത് എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി വീണ്ടും 12 കൂട നിറയെ ശേഖരിക്കത്തക്ക രീതിയിലുള്ള ഒരു അഭിവൃദ്ധി, ധാരാളിത്വം, ഇഷ്ടം പോലെ സുലഭമാകുന്ന ഒരവസ്ഥ. അതാണ് ദൈവത്തെ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന ഏറ്റവും പ്രകടമായ വലിയ അത്ഭുതം, വലിയ ഒരടയാളം. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഏതാനും വചനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അധ്വാനത്തെക്കാട്ടിൽ ഉപരി ദൈവാശ്രയവും ദൈവകൃപയുമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കഴിവിനേക്കാൾ ഉപരി, നമ്മുടെ മിടുക്കിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏതാനും വചനങ്ങൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, യേശയ്യാ 53:15. കർത്താവ് നിൻ്റെ മക്കളെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. കർത്താവ് മക്കളെ പഠിപ്പിക്കും. എത്ര മോശം പഠന ചരിത്രമുള്ള കുട്ടിയും ആയിക്കൊള്ളട്ടെ, കർത്താവ് പഠിപ്പിക്കും. കർത്താവ് പഠിപ്പിക്കുമെന്ന് മാത്രമല്ല, വിജയിപ്പിക്കുമെന്ന് മാത്രമല്ല, ആ പഠനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒക്കെ നേട്ടവും കുട്ടികൾക്ക് ലഭിക്കും. അവർ ശ്രേയസാർജിക്കുകയും ചെയ്യും. പഠനത്തിലൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ആവർത്തിച്ച് പറയേണ്ട വചനമാണ് യേശയ്യാ 53:15. കർത്താവ് മക്കളെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. വീണ്ടും ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മൂലം ഇനി എല്ലാറ്റിലും ഞാൻ വിജയിയാകും. എൻ്റെ കഴിവുകൊണ്ടല്ല, എന്നെ ശക്തനാക്കുന്നവൻ മൂലം. എൻ്റെയും എൻ്റെ പഠനത്തിൻ്റെയും ഇടയ്ക്ക് യേശു കൂടെ വരുമ്പോൾ, എൻ്റെയും എൻ്റെ തൊഴിലിൻ്റെയും ഇടയ്ക്ക് യേശു കൂടെ വരുമ്പോൾ, എൻ്റെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും ഇടയ്ക്ക് യേശു കൂടെ വരുമ്പോൾ എല്ലാം അനുഗ്രഹീതമായി മാറുന്ന ഒരവസ്ഥ. അതാണ് കർത്താവ് നമ്മെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നത്. വീണ്ടും ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്, അങ്കുലി ചലനം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, ഒരു വാക്കുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നവൻ, ഒരു വാക്കുകൊണ്ട് കടലിനെ ശാന്തനാക്കുന്നവൻ, ഒരു വാക്കുകൊണ്ട് കടൽ മുറിക്കുന്നവൻ, പാറയിൽ നിന്ന് വെള്ളം തരുന്നവൻ, കരുണാമയനായ കർത്താവ്. അപ്പോൾ ഫിലിപ്പിയർ 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം നൽകും. വീണ്ടും സങ്കീർത്തനം 127:3, തൻ്റെ ഭക്തൻ ഉറങ്ങുമ്പോഴും കർത്താവ് അവന് വേണ്ടത് നൽകുന്നു. അധ്വാനമല്ല, തൻ്റെ ഭക്തൻ ഉറങ്ങുമ്പോഴും, ഉറങ്ങുന്ന സമയത്തും ദൈവം ജ്ഞാനം നിറയ്ക്കുകയാണ്. ജോൺ വിയാനി അച്ഛനെ പറ്റി ഓർത്തു പോവുകയാണ് പെട്ടെന്ന്. മരമണ്ടനായിരുന്നു, പക്ഷേ വൈദികരുടെ മുഴുവൻ മധ്യസ്ഥനാണ്. ആർസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തെ മുഴുവൻ ദൈവകൃപയാൽ നിറച്ചു. 20 മണിക്കൂറൊക്കെ കുമ്പസാരക്കൂട്ടിലിരുന്നു. കർത്താവ് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന സംഭവമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ നമ്മളല്ല അധ്വാനിക്കുന്നത്, നമ്മളിൽ പ്രവർത്തിക്കുന്ന കൃപയാണ് അധ്വാനിക്കുന്നത്. വീണ്ടും ജെറമിയ 17:5-8 വരെയുള്ള വാക്യങ്ങൾ മനോഹരമായ വാക്യങ്ങളാണ്. മനുഷ്യശക്തിയെ ആശ്രയിക്കുകയും അവലംബമാക്കുകയും ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേര് ജലത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും.
ഋതുഭേദങ്ങളൊന്നും അതിനെ ബാധിക്കുന്നില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം കണ്ടോ, അത് നിരന്തരം ഫലം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം ദൈവത്തിൻ്റെ കൃപയിലാണ് അത് ചെന്ന് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ആഴത്തിൽ അത് ജലത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. മുട്ടോളമല്ല അരയോളമല്ല നീന്തി നടക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ദൈവകൃപയിൽ ഒന്ന് മുങ്ങിത്താണാൽ, പരിശുദ്ധാത്മാവിനാൽ ഒന്ന് നിറഞ്ഞാൽ, കൃപയാൽ ഒന്ന് നിറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് നിരന്തരം ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ ഉയർത്തും. ഋതുഭേദങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. സീസൺസ് ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കാൻ, സ്നേഹം നൽകിക്കൊണ്ടിരിക്കാൻ, ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കാനുള്ള വലിയ ഒരു കൃപ കർത്താവ് നമുക്ക് തരും. നെഹെമ്യ 9:20 അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു, മന്നയും ദാഹജലവും തുടർന്ന് നൽകി. മനോഹരമായ വാക്യമാണ് നെഹെമ്യ 9:20. അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു. ദൈവം എങ്ങനെയാണ് വിവേകം ഉദിപ്പിച്ചത്? ചൈതന്യം പകർന്നാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നൽകിയാണ് വിവേകം ഉദിപ്പിക്കുന്നത്. അവിടെ വെച്ച് തീർക്കുന്നില്ല, വീണ്ടും മന്നയും ദാഹജലവും തുടർന്ന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കിപ്പോഴെന്താണ് മന്ന? വിശുദ്ധ കുർബാനയാണ് നമ്മുടെ നവമായ മന്ന. എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ ദാഹജലം? അത് മറ്റൊന്നുമല്ല, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ യേശു നമുക്ക് വേണ്ടി പകർന്നു തന്ന ഇത് പാനം ചെയ്യുവിൻ, നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറഞ്ഞ യേശുവിൻ്റെ തിരുരക്തം വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമ്മെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ വിശുദ്ധ കുർബാന മുടങ്ങാതെ സ്വീകരിക്കുകയും, വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം കർത്താവെ എന്നിൽ നിറയണമേ, കർത്താവെ ഞാൻ കുറയട്ടെ, നീ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറാനുള്ള ഒരു ദൂരം വിശുദ്ധ കുർബാനയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ദൂരമാണ്. വിശുദ്ധ കുർബാനയോടുള്ള ഒരു സമർപ്പണത്തിൻ്റെ ദൂരമാണ്. ദൈവകൃപ നമ്മളിൽ നിറയാനുള്ള ഒരു മനസ്സ് തുറക്കലിൻ്റെ ദൂരമാണ്. വീണ്ടും യോഹന്നാൻ 14:26 ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും, എല്ലാം ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. എല്ലാം നമുക്ക് നൽകാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് മഴ പോലെ അവിടുന്ന് നമുക്ക് വേണ്ടി പെയ്തു തരുന്നത്. വീണ്ടും കർത്താവ് നമ്മെ സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുകയാണ്. നെഹെമ്യ 2:20 സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. കർത്താവാണ് വിജയം നൽകുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാ നന്മയുടെയും അടിസ്ഥാനം. വീണ്ടും സുഭാഷിതം 9:10 ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. വചനം നമ്മെ ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്നുണ്ട്, ഇനി നിങ്ങളെ ആരും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൃപ നിങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കും. അവിടുത്തെ അഭിഷേകം നിങ്ങളെ ഇനി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൃപ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് സങ്കീർത്തകനോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ, കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ, കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് അവിടുത്തെ ഇഷ്ടമറിയാൻ. അത് മാത്രം ഞാൻ തേടുകയാണ്. യേശുവിനെ മാത്രം തേടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അധ്വാനിക്കേണ്ട എന്നല്ല. ബൈബിൾ അധ്വാനത്തിൻ്റെ പ്രാധാന്യം എപ്പോഴും ഉയർത്തി കാണുന്നുണ്ട്. 5 കിട്ടിയവൻ 10 നേടി. 10 നേടിയതുകൊണ്ട് യജമാനൻ അവന് ഉദാസീനനായവൻ്റെ ഒരു നാണയം കൂടെ ആ 10കാരന് കൊടുത്തു. അധ്വാനത്തെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉറുമ്പിനെ കണ്ട് പഠിക്കാൻ സുഭാഷിതം നമ്മെ ഓർപ്പിക്കുന്നു. അല്പനേരം കൂടെ മയങ്ങാം, കുറച്ചു നേരം കൂടെ വിശ്രമിക്കാം, ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർവിഷം കൊള്ളക്കാരനെ പോലെയും നിന്നെ തേടിയെത്തും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധ്വാനത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കാനല്ല, ഈ അധ്വാനവും ദൈവകൃപ നിറയ്ക്കാനായിട്ടുള്ള അധ്വാനമാണ്.
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയ്ക്കാനായിട്ടുള്ള അധ്വാനമാണ്. പഠനകാര്യങ്ങളിൽ ഒന്നിലും ഉഴപ്പണ്ട. പക്ഷേ നിരന്തരം നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ അധ്വാനമല്ല, നിൻ്റെ കൃപയാണ്. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന നിൻ്റെ കൃപയാണ് എന്നെ വളർത്തുന്നത്, എന്നെ വിജയിപ്പിക്കുന്നത്. എൻ്റെ കഴിവല്ല. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ എത്ര ഈസിയായിട്ട് തീർന്നു പോകാവുന്നതാണ് നമ്മുടെ ജീവിതം. ഒരു വെള്ളപ്പൊക്കം വന്നതല്ല ഉള്ളൂ. നമ്മുടെ അസറ്റ്സും ബാങ്ക് ബാലൻസും കോടികളും ഒക്കെ എവിടെ പോയി? ഒന്നും നമ്മളെ സഹായിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവരെ. കർത്താവേ ഉള്ളൂ സഹായിക്കാൻ. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി അവിടുന്ന് നമ്മളെ പൊതിഞ്ഞ് പിടിക്കണം. മനുഷ്യശക്തിയെ അവലംബിച്ചിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ കരുണയാണ്, ദയയാണ് എല്ലാറ്റിനും അടിസ്ഥാനം. അതുകൊണ്ട് എപ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കാം. വിജയം നേടാൻ വേണ്ടിയല്ല, നമ്മുടെ മണവാളനല്ലേ, നമ്മുടെ ആത്മാവിൻ്റെ മണവാളനല്ലേ ഈശോ. ആ ഈശോയോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ആനന്ദം, സന്തോഷം, സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുക. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതോടൊപ്പം മറ്റുള്ളതെല്ലാം കർത്താവ് നമുക്ക് നൽകും. ഒരു സെക്കൻഡ് കണ്ണുകൾ അടയ്ക്കാം. കണ്ണിവാനായ യേശുനാഥ, പൊന്നു കർത്താവേ, എൻ്റെ ഈ ജീവിതയാത്രയിൽ കർത്താവേ, എൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ, എൻ്റെ കഴിവിനെ അവലംബിക്കാതെ കർത്താവെ എപ്പോഴും അങ്ങയുടെ കരങ്ങൾ മുറുകെ പിടിക്കാൻ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിക്കാൻ. കർത്താവെ, അങ്ങാണ് കർത്താവ്. കർമ്മം ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഞാൻ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഈശോയെ ഇരുത്തുകയാണ് വേണ്ടത്. ഞാൻ സൈഡിൽ ഇരിക്കുകയാണ് വേണ്ടതെന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടെ എൻ്റെ ജീവിതത്തിൽ കർത്താവെ, എനിക്കുള്ളതെല്ലാം നീ തന്നതാണ്, നീ തന്നത് മാത്രമാണെന്നുള്ള വലിയ തിരിച്ചറിവ്. എൻ്റേതെന്ന് പറയാൻ എൻ്റെ ബലഹീനതകളും ദൗർബല്യങ്ങളും പാപങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് എളിമയോടുകൂടെ ഏറ്റുപറയാൻ എപ്പോഴും നിൻ്റെ കരങ്ങൾ മുറുകെ പിടിച്ച് പടിപടിയായി മുന്നോട്ട് നീങ്ങാൻ, വിശുദ്ധിയോടുകൂടെ മുന്നോട്ട് നീങ്ങാൻ, കർത്താവെ നന്നായി അധ്വാനിക്കാൻ, ആത്മാക്കളെ നേടാൻ അങ്ങയുടെ ഒരു ആശീർവാദം ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.